നമ്മളെ വണ്ടി ഉണ്ടല്ലോ, വണ്ടിക്ക് ടെസ്റ്റിങ്ങിൻ്റെ സമയമായി. അപ്പോൾ ഇപ്പുറത്തെ ലൈറ്റിൻ്റെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ സ്ക്രാപ്പിൽ പോയി വേറെ ലൈറ്റ് എടുത്ത് ലൈറ്റ് ഇപ്പോൾ പോളിഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പുതിയൊരു ലുക്ക് വരാനുണ്ട്. അപ്പോൾ ഈ ലൈറ്റും പോളിഷ് ചെയ്യും, ആ ലൈറ്റും കൂടി പോളിഷ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവൻ സാൻഡിങ് ചെയ്തുകൊണ്ടുണ്ട്. സാൻഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ മെഷീനിട്ട് പോളിഷ് ചെയ്യും. ഈ പഴയ ഹെഡ് ലൈറ്റിൻ്റെ റെസ്റ്റോറേഷനാണ് പിന്നെ കാണിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാണ്ട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ ലൈറ്റ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി. പുള്ളി ഈ ഒരു സാധനം എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതാണെന്ന് പറഞ്ഞു. ഷോപ്പിൻ്റെ പേര് ഞാൻ പറയാം ലാസ്റ്റ്. ഇപ്പോൾ പോളിഷിങ് കഴിഞ്ഞ് മെഷീനോട് ഇത് സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ആ കോട്ടിങ് എടുത്തിട്ട് അപ്പോൾ കുറച്ച് ബെറ്ററായി. നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയതാണ്. കാരണം പുതിയ ലൈറ്റിന് നല്ല എമൗണ്ട് വരും. കോട്ടിങ് അവൻ ചെയ്തിട്ടുണ്ട്. മഴയിൽ പണിയിട്ടാണ്, അപ്പം അതിൻ്റെ കാര്യമില്ല. ഗ്രില്ല് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തത് പൊട്ടി. നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആ സാധനം ഓൾറെഡി നമ്മൾ ചേഞ്ച് ചെയ്യും. ഇതൊന്ന് ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണം. വണ്ടിയുടെ പാസിങ് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ വർക്കും ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം, അല്ലെങ്കിൽ വണ്ടി അവിടെ പാസ് ചെയ്യുന്നിടത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിലേക്കുള്ള പോരാട്ടം. പിന്നെ എങ്ങനെയുണ്ട് നോക്കി. പോളിഷ് അപ്ലൈ ആക്കി. നല്ല വൃത്തിക്കാ ചേഞ്ച് ആവാനും. ലൈറ്റ് സെറ്റായി. ഇത് നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ ആവുന്നത്. നമ്മളിടയ്ക്ക് ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ ആ ഒരു രീതിയിലേക്ക് സാധനം മാറി വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ലെൻസ് കുട്ടിയ മാത്രമേ ഇവിടെ കിടക്കുന്നു.
ഗ്രില്ലിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ടാണ്. ഇവിടെ ചെറിയ എന്തോ ഒരു സാധനം പറ്റി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പോകില്ല. പക്ഷെ വൃത്തിയായി. ഇനി തിരിച്ചവിടെ പോയിട്ട് ആ ഗ്രില്ല് ചേഞ്ച് ആക്കണം, ഈ ലൈറ്റ് ചേഞ്ച് ആക്കണം. കഴിഞ്ഞു ഇന്നത്തെ പരിപാടി സെറ്റ്. എൻ്റെ ഈ ഷോക്ക് കൂടി പോയിട്ടുണ്ട് വണ്ടിയുടെ. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാപ്പിൻ്റെ അടുത്തേക്ക് എത്തി. അതൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. നമുക്ക് എന്താ വേണ്ടത് അത് അയച്ചിട്ട് കറക്റ്റ് നമ്മളെ വണ്ടിയിലൊക്കെ അവർ ഫിറ്റാക്കി തരും. അവൻ ആ വണ്ടിയുടെ ഗ്രില്ല് അയക്കുകയാണ്. ആ ഗ്രില്ല്, ആ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അത് അയച്ചിട്ട് നേരെ നമ്മളെ വണ്ടിയിലേക്ക് വെക്കും. അവിടെ നിന്ന് സാധനമൊക്കെ അയച്ച് സക്സസ്. ആ സാധനം കൊണ്ട് വരുന്നുണ്ട്. റെഡിയായി. ബമ്പർ അയക്കും, ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ ഏകദേശം എല്ലാ വണ്ടിയുടെ സാധനവും ഉണ്ട്. SFയിലാണിത് സ്ഥലം. ഏതാ വേണ്ടത് വെച്ചാൽ അവർ ആ വണ്ടീനെ എടുത്തിട്ട് നേരെ നമ്മളെ വണ്ടിയിലോട്ടേക്ക് വെക്കും. അതുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വർഷവും ഇവിടെ RTO വണ്ടി പാസ് ചെയ്യണം. പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടി അത്യാവശ്യം ക്ലീൻ ഉണ്ടെങ്കിൽ അവർ പാസ്സാക്കി തരുള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് എടുക്കുന്നത്. വർഷത്തിൽ ഇവിടെ എല്ലാ വർഷവും പുതിയ വണ്ടിക്ക് ഒഴിച്ചിട്ട് പഴയ വണ്ടിയൊക്കെ ഇവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ഇൻസ്പെക്ഷൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ RTO ചെക്ക് ചെയ്യുന്ന പോലെ നമ്മളവിടെ കൊണ്ടുപോയി അവർ ചെക്ക് ചെയ്തിട്ടായിട്ട് വണ്ടി പാസ്സാക്കി തരും. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും, ടെസ്റ്റ് പാസ്സായോ എന്താണെന്ന് കുറിച്ച്. സോ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്രില്ല് മാറ്റി, ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്ത് ഇനി ഇതിലുള്ളതിൻ്റെ ഫ്രണ്ട് ബമ്പർ റീപെയിൻറ്റ് ചെയ്യണം. ജസ്റ്റ് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെ കൊണ്ടുപോയി പാസ് ചെയ്യാൻ വേണ്ടി പറ്റും.